ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി നമ്മളിങ്ങനെ ഇൻട്രോ ഒക്കെ കൊടുത്തിട്ട് വീഡിയോ ചെയ്തിട്ട് ഇന്ന് കുറച്ചൊന്ന് സമയം കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഒരു ഇൻട്രോ ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ റമദാൻ വ്ലോഗ് 2 ആണ് പോസ്റ്റ് ചെയ്യുന്നത്. ഞാനിത് സാറ്റർഡേ ഇടാൻ വിചാരിച്ചതായിരുന്നു, പക്ഷെ അന്ന് നടന്നില്ല. അപ്പോൾ ഇന്നത്തെ നല്ലൊരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലായിരുന്നു നോമ്പ് തുറ, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം. നല്ല ചൂടായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും നോമ്പ് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻസിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം റെസിപ്പിയിലോട്ട് കിടക്കാം. നല്ലൊരു ചിക്കൻ മോമോസ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. മോമോസ് എന്ന് പറയുന്നത് ഇപ്പോഴും ആളുകളുടെ ഇടയിൽ അധികമായിട്ട് വന്നിട്ടില്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റാട്ടോ. സമൂസേനേക്കാളും ടേസ്റ്റാണ് അതിൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയാൽ. അപ്പോൾ ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാരയും 1/4 ടീസ്പൂണ് ഉപ്പ് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് ഇളം ചൂടുവെള്ളം, തിളച്ച വെള്ളം വേണ്ട, ഇളം ചൂടുവെള്ളം അത് കുഴച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കാരണം ഈ ഒരു മാവ് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് സോഫ്റ്റ് ആക്കാണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് സോഫ്റ്റ് ആക്കണം. അതാണ് നമ്മൾ ഈ മോമോസിൻ്റെ മാവിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതുപോലെ കുറേ നേരം വെച്ചിട്ട് കുഴയ്ക്കുക കേട്ടോ. കുഴച്ച് അപ്പം തന്നെ നമ്മളിത് പരത്തിയെടുക്കരുത്, കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാനും വെക്കണം. ഞാൻ ഇതിന് മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അടച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോവും. അതെല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷെ നമ്മളൊരു റെസിപ്പി ഷെയർ ചെയ്യുമ്പോഴും അതിൻ്റേതായ രീതിയിൽ ഷെയർ ചെയ്തില്ലെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ കൺഫ്യൂഷൻസ് വരും. നേർച്ച ഇത് വൈരങ്കോട് വേണ്ടതാണ്. കുളിക്കണ്ട റൂഹി, കുളിക്കണ്ട. അപ്പോൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയത്താണ് വൈരങ്കോട് വേലയുടെ വിശേഷങ്ങളൊക്കെ കുറച്ച് കാണിച്ചത്. നേരത്തെ കണ്ടത് വൈരങ്കോട് വേലയുടെ വിശേഷങ്ങളാണ്. തിരൂർ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ അത് ആ ചിക്കന് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഈ ചിക്കന് ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചതാട്ടോ. അതിൻ്റെ കുറച്ച് സ്റ്റോക്ക് വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പ് മാത്രം ചേർത്താൽ മതി, വേറെ ഒന്നും ചേർക്കേണ്ട. ഒന്നും ഇങ്ങോട്ട് ബാക്കിലോട്ട് പൾസ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ആക്കരുത്, ഇതുപോലെ പൾസ് ചെയ്ത് കൊടുക്കുക. എല്ലില്ലാത്ത പീസും വേണം കേട്ടോ. അപ്പം ചിക്കൻ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആ ഒരു ഫില്ലിങ്ങിലോട്ട് കുറേ സാധനങ്ങൾ ഇനിയും വേണം. ഒക്കെ നമുക്കൊരു മസാലകളൊന്നും ഇല്ലാത്തൊരു ഫില്ലിങ്ങാണ് വേണ്ടത് കേട്ടോ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തതും വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തതും ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ക്യാബേജ്, ബീൻസ് ഇല്ല ചെറിയ കഷ്ണങ്ങളാക്കിയത്, അതുപോലെ ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയത്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വഴറ്റിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, റോ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് സോയ് സോസ്, കുരുമുളക് പൊടി, ഉപ്പ് എല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുക്കുക കേട്ടോ. വേറെ മസാലപ്പൊടികളൊന്നും നമ്മളിതിലോട്ട് ചേർക്കുന്നില്ല. പിന്നെ ഇതിന് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ചില്ലി ഫ്ലേക്സ്, പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നുണ്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചിക്കന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇത് ശ്രദ്ധിക്കണം, ചിക്കൻ പേസ്റ്റ് ആക്കരുത്, ക്രഷ് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കന് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അത് ഒരു 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് കമ്പൈൻ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഫില്ലിങ് കേട്ടോ. ഈ ഫില്ലിങ് പല രീതിയിലും ഉണ്ടാക്കിയെടുക്കുക. ചിക്കന് വേവിക്കാണ്ടേ നമുക്കിതിലോട്ട് ചേർക്കാം, പക്ഷേ നമുക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുറച്ചുകൂടെ സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്തും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്. മോമോസിൻ്റെ ഫില്ലിങ് ശരിക്കും പറയുകയാണെങ്കിൽ ചിക്കന് ജസ്റ്റ് വേവിക്കാണ് ക്രഷ് ചെയ്തിട്ട് അത് നേരെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടാണ് ആവി കയറ്റിയെടുക്കുക കേട്ടോ. അങ്ങനെ കുക്ക് ചെയ്തെടുക്കണം എന്നാണ്. പക്ഷെ നമുക്ക് പലർക്കും അത് ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് അവിടെ സെറ്റായിട്ടുണ്ട്. ഒരു 15 to 20 മിനിറ്റൊക്കെ വെച്ചിട്ടുണ്ടാവും. അധികം വെക്കണം എന്നൊന്നുമില്ല, പക്ഷെ വെക്കുന്തോറും നല്ലതാണ് കേട്ടോ.
ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അത് ഒരു ടാസ്ക് തന്നെയാണ്. ഇത് പരത്തി ഓരോ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നതൊക്കെ ടാസ്ക് തന്നെയാണ്. പക്ഷേ സംഭവം എന്താ പറയുക, നമ്മളിങ്ങനെ വെറുതെ എടുത്ത് കഴിക്കും. ഒരു 10 ഒരാൾക്ക് ഈസി ആയിട്ട് കഴിക്കാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ചെറിയ ബോൾസ് ആക്കിയിട്ട് ചെറിയ റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എപ്പോഴും ചെറുതായിട്ട് കട്ട് ചെയ്യും വേണം, അതുപോലെ തന്നെ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കും വേണം കേട്ടോ. അപ്പോൾ ഞാനിതൊരു മാവ് വലുതായിട്ട് പരത്തിയെടുത്തിട്ട് ചെറിയ ലിഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് ഓരോന്നും വീണ്ടും ഒന്നുകൂടെ പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല തിന്നാവണം, വല്ലാണ്ട് കട്ടിയായാൽ ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കട്ടിപ്പ് ഉണ്ടാവും മാവിൽ, അങ്ങനെ പാടില്ല കേട്ടോ. എന്നിട്ട് ഇതാ ഫില്ലിങ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. മൊമോസ് പല ഷേപ്പിലും ചെയ്യാം കേട്ടോ. ഞാൻ തന്നെ ഒരു 2-3 ഷേപ്പൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അറിയില്ല എന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ മെടഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഒരുപാട് തവണ ഷെയർ ചെയ്തുകൊണ്ടാണ് എനിക്കിതിങ്ങനെ കുറച്ചെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. ആ കറക്റ്റ് ഷേപ്പ് കിട്ടിയില്ല എന്നാണെങ്കിലും ഇതിങ്ങനെ കാണുമ്പോൾ നമുക്കൊന്ന് കഴിക്കാൻ തോന്നുന്നൊരു ഫീലിംഗ്, ഒരു മെടഞ്ഞെടുക്കുന്ന പോലെ കേട്ടോ അത്. അപ്പോൾ ഇതിങ്ങനെ ഓരോന്ന് കാണിച്ചെടുക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ മെടഞ്ഞെടുക്കണം, 2 സൈഡിൽ നിന്നും ഇങ്ങനെ മെടഞ്ഞ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത മാവൊന്ന് പരത്തിയെടുക്കുകയാണ്. പിന്നെ ഓരോ തവണ മാവ് എടുക്കുമ്പോഴും മറ്റേത് അടച്ച് വെക്കാനും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വലിയ ഒരു ലിഡല്ല റൗണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് വെച്ചിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഉണ്ടാക്കിയത് ചെറിയ മോമോസ് ആയിരുന്നു, കുറച്ചുകൂടെ വലുപ്പമുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സോസ് ഉണ്ട്. ആ സോസ് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ റെസിപ്പി. ഇന്ന് എനിക്ക് ഉണ്ടാക്കാൻ നേരം ഉണ്ടായിരുന്നില്ല, അതായത് വീഡിയോ എടുക്കാൻ നേരം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്തിട്ടില്ല. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 തക്കാളി, 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് സൺഫ്ലവർ ഓയിലോട്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോട്ട് ആ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കുറച്ച് വിനാഗിരിയും കൂടി ചേർത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുക. അതാണ് സോസ് കേട്ടോ. ഞാൻ മുമ്പ് അതിൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്ന് എനിക്ക് നേരില്ലാത്തതുകൊണ്ട് അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നേരെ ഞാൻ വീഡിയോ എടുക്കാണ്ടാണ് അത് ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ വെളുത്തുള്ളി ചേർക്കുന്നതുകൊണ്ട് തന്നെ സോസ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. വെളിച്ചെണ്ണയിൽ നന്നായിട്ട് എണ്ണ തെളിയുന്ന വരെ കുക്ക് ചെയ്യണം. എന്നിട്ട് വേണം അത് നമുക്ക് സോസായിട്ട് യൂസ് ചെയ്യാൻ, വിനാഗിരിയൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മുമ്പത്തെ റെസിപ്പി ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതാ സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട്. ഇൻഡസ് വാലിൻ്റെ ആ ഒരു സ്റ്റീമറിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ സ്റ്റീമറിൽ വെക്കുമ്പോൾ 15 മിനിറ്റ് വെക്കണം. പിന്നെ ഞാനൊരു ബട്ടർ പേപ്പറിൻ്റെ മേലെയാണ് നമ്മൾ അത് വെച്ചിട്ടുള്ളത് കേട്ടോ, മോമോസ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പം ഈ ഒരു സ്റ്റീമർ എന്താ പറയുക, ചെറിയ സ്റ്റീമറാണ്, പക്ഷേ ഇതിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം ഇഡ്ഡലിക്ക് ഒരു 8 ഇഡ്ഡലിയൊക്കെ ഇതിൽ പോവുള്ളൂ, പക്ഷേ ബാക്കിയുള്ളതിനൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് അട ഉണ്ടാക്കാനൊക്കെ നമുക്ക് എപ്പോഴും കുറേ ഉണ്ടാവില്ലല്ലോ, കുറച്ച് മാത്രത്തിൽ വലിയ സ്റ്റീമറൊന്നും എടുക്കണ്ടല്ലോ. അപ്പോൾ ഇതിനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മോമോസ് സെറ്റായിട്ടുണ്ട്. ആ സ്റ്റീമറിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം, ഞാൻ അൺബോക്സിങ് വീഡിയോ കാണിച്ചു തരാം. ഇൻഡസ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൽ നിന്ന് എടുത്തിട്ടുള്ള വാങ്ങിച്ചിട്ടുള്ള സ്റ്റീമറാണ്. അപ്പോൾ അതാ നമ്മുടെ ചട്നി ഉണ്ടല്ലേ, ഞാൻ പറഞ്ഞില്ലേ സോസ്, ഇതിൻ്റെ കൂടെയുള്ള സോസാണ്. ഇതിപ്പോൾ റൂഹിമോളാട്ടോ കഴിക്കുന്നത്. പിന്നെ മോമോസൊക്കെ എപ്പോഴും ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യും വേണം കേട്ടോ. അപ്പം എനിക്ക് വന്നിട്ടുള്ള ഈ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ കഴിഞ്ഞ വ്ളോഗിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കാണിച്ചാലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ, അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ അൺബോക്സിങ് വീഡിയോ തലേ ദിവസം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം കൂടി ആകുമ്പോൾ ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ട്. ഇത് 100% പ്യോർ അയൺ റെക്റ്റാങ്കുലർ തവയാണ്, 30 സെൻറ്റിമീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഡബിൾ ഹാൻഡിൽഡാണ് കേട്ടോ, പ്രീ സീസണിൻ്റെ കൂടിയാണ്. അടുത്തത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ വാക്വം ഫ്ലാസ്ക് ആണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റാണ്. ഞാൻ ഡീറ്റെയിലായിട്ട് കാണിക്കാം. പിന്നെ അടുത്തത് ഞാനിപ്പം ഈ മോമോസ് ഉണ്ടാക്കിയില്ലേ, ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രമാണ്. അതായത് 8 പിറ്റ് ട്രൈ സ്റ്റീൽ മൾട്ടി പോട്ട് 3 ലിറ്ററിൻ്റെ പ്രീമിയം സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇഡ്ലി, ഡോക്ല, മോമോ മേക്കർ, വെജിറ്റബിൾ സ്റ്റീമിംഗ് സെറ്റാണ് കേട്ടോ. ഇത് ട്രൈപ്ലൈ ഇൻഡക്ഷൻ ബോട്ടം കൂടിയുണ്ട്. 5 പ്ലേറ്റ്സ് ഉണ്ട് ഇതിൻ്റെ കൂടെ കേട്ടോ. ഇതിൻ്റെ സെയിം വലുത് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻഡസ് വാലി ബ്രാൻഡിൻ്റെ തന്നെയാണ്. അപ്പം ഇതിപ്പം ഒന്നുകൂടെ ചെറുതാണ്. നമുക്കിപ്പം എപ്പോഴും വലിയത് ആവശ്യം ഉണ്ടാവില്ല, കഴുകാനും ബുദ്ധിമുട്ടാണ്. ഇത് നല്ല ഈസി ടു ഹാൻഡിലാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ചെറിയ പേർപ്പസിനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഈ ഒരു പാത്രമൊക്കെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. വലിയ പാത്രം എടുക്കണ്ടല്ലോ നമുക്ക് സ്റ്റീം ചെയ്യാൻ, കുറച്ച് മാത്രം ഉണ്ടാക്കാനൊക്കെ.
ഇത് പിന്നെ ഇൻഡക്ഷനിലും വെക്കാൻ പറ്റും, സ്റ്റൗവിലും വെക്കാൻ പറ്റും കേട്ടോ. ഇൻഡസ് വാലിൻ്റെ എല്ലാ പ്രോഡക്ട്സും ഇൻഡക്ഷൻ വെക്കാൻ പറ്റുന്നതാണ്. ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 8 ഇഡ്ഡലിയോളം വെക്കാൻ പറ്റും. താഴെ വെള്ളം നിറച്ചിട്ട് അതിന് മുകളിൽ 2 തട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിപ്പം ഇതിപ്പോൾ സ്റ്റീം ചെയ്യാനുള്ളത് ഒരൊറ്റ പാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഡോക്ല അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കി. ഞാനിപ്പോൾ മോമോസ് ഉണ്ടാക്കിയിട്ടുള്ളതും ഈ കാണുന്ന ഈ ഒരു ട്രേയിലാണ്. നമുക്ക് അടയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ 2 പാത്രം ഉണ്ട് കേട്ടോ, 2 ട്രേ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ 5 പ്ലേറ്റ്സാണ് ഈ ഒരു പോട്ടിന് ഉള്ളത് കേട്ടോ. പിന്നെ ഈ പ്രൊഡക്ട്സിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. കാരണം ഇൻഡസ് വാലിൻ്റെ കുറേ പ്രൊഡക്ട്സ് ഞാനിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഇതുണ്ടോ, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു വാക്യൂം ബോട്ടിൽ കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, പ്രീമിയം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇൻഡസ് വാലിൻ്റെ ഒക്കെ നമുക്ക് അത്രയും വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റും. അത്രയും നല്ല ബ്രാൻഡഡ് പ്രോഡക്റ്റ്സാണ് അവരുടെ അടുത്തുള്ളത്. ഇതിൽ 1000 ml വെള്ളം കൊള്ളും ചെയ്യും. ഇത് ഞാൻ നേരത്തെ കാണിച്ചു 100% പ്യുവർ റെക്റ്റാങ്കുലർ അയൺ തവയാണ്. 30 സെൻറ്റിമീറ്റർ ഉണ്ട്, ഡബിൾ ഹാൻഡിൽഡ് ആണ്, പ്രീ സീസൺഡ് ആണ്, ഇൻഡക്ഷൻ സേഫ് ആണ്. നമുക്ക് അടുപ്പത്തൊക്കെ വെക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഒരു 6 പത്തിരിയൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും അതിൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഞങ്ങൾ മോമോസ് ഉണ്ടാക്കിയ ശേഷം, ഞാനിപ്പം ഈ അൺബോക്സിങ് വീഡിയോ ഇടയ്ക്ക് കൊടുത്തല്ലേ, മോമോസ് ഉണ്ടാക്കിയ ശേഷം വൈകുന്നേരം ഒരു 5:30 ആയപ്പോഴേക്കും ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. റോഹിയും റോസും ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ലീവല്ലേ സ്കൂള്, അന്ന് വൈരങ്കോട് വേലയും കൂടി ആയപ്പോൾ ലീവായിരുന്നു. അപ്പോൾ ആ മോമോസും ചട്നിയും, അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരുപാട് ഐറ്റംസ് ടേബിൾ നിരന്ന് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ അനിയത്തിൻ്റെ മക്കളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ആയപ്പം ഒരു അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇക്കും റീനും വന്നിട്ടില്ല, അവരവിടെ തന്നെ ആയിരുന്നു വീട്ടിൽ. ഞാൻ അവർക്കുള്ളത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഒരു ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. നോമ്പും കൂടി ആയപ്പോഴേ അവർക്കുള്ള റെഡിയാക്കണം, എന്നിട്ട് ഇവരെ കൂട്ടി ഇങ്ങോട്ട് വരണം. ഞങ്ങൾ ഓട്ടോയിൽ വരാൻ കാരണം വേറെ ഒന്നുമില്ല, ഇക്കാക്ക് നോമ്പ് നോക്കണ്ടെന്ന് പറഞ്ഞാണ്. കീമോൻ്റെ സമയമായതുകൊണ്ട് ഇക്ക നോമ്പ് നോറ്റും ചെയ്തു. ഇക്കാക്കാണെങ്കിൽ കുറച്ച് ക്ഷീണവും വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാനെ ബുദ്ധിമുട്ടാക്കേണ്ട വിചാരിച്ച് ഞങ്ങൾ പിന്നെ ഓട്ടോയിലാണ് വന്നത്. പിന്നെ ഞാൻ വന്ന ശേഷം ഉണ്ടാക്കിയത് കേട്ടോ മന്തി, നമ്മുടെ ചിക്കൻ മന്തി. അത് ഭയങ്കര പോപ്പുലറാണല്ലോ, എപ്പോഴും കുറേ ആൾക്കാർ മെസ്സേജ് ആക്കാറുണ്ട് മന്തി എപ്പോഴും ഉണ്ടാക്കാറുണ്ടെന്ന്. അപ്പോൾ നോമ്പിനൊക്കെ എന്തായാലും മന്തി നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കാറുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് ഇൻഷാ അല്ലാ. അപ്പം ഞാനിവിടെ വന്നിട്ട് ഉണ്ടാക്കി കൊടുത്താണ് അവർക്ക്. അനിയത്തി ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, അരിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ബാക്കി പിന്നെ വന്നിട്ടുണ്ടാക്കിയതാണ്. പിന്നെ ഞാൻ നോമ്പ് തുറന്ന ശേഷം നേരെ പോവാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു വന്നത് കേട്ടോ. പക്ഷെ ഇവിടെ വന്നപ്പോൾ മക്കളെ കളിയിൽ പെട്ടിട്ട് ഞാൻ വിളിച്ചിട്ടൊന്നും ഇവർ വരുന്നില്ല. തിരിച്ചു പോവാമെന്ന് ഇക്കാക്ക ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഇക്കാക്കനെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. പക്ഷേ ഇവർ മക്കൾ വരണ്ടേ. പിന്നെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടിയായിരുന്നു ഫെബ്രുവരി 21. ഫെബ്രുവരി 20 ഇപ്പോൾ ഞങ്ങളിവിടെ ഉള്ളത് കേട്ടോ. പിന്നെ ഈ മക്കളിങ്ങനെ കളി കാണുമ്പോൾ ഒരു ടെൻഷനോ, കാരണം എല്ലാവരും കൂടി ഒത്തുകൂടിയാൽ ഭയങ്കര ബഹളം ഓട്ടം ചാട്ടമൊക്കെ ആയിരിക്കും. ഇവരൊന്നും ഒറ്റയ്ക്ക് വിടാനും പറ്റില്ല. ഇത് റോയിമോളും അനിയത്തിൻ്റെ മക്കളും കൂടി കളിക്കുന്ന കേട്ടോ. റോയിമോളെ ഇത് കണ്ടോ, റോയിമോൾക്ക് കിട്ടാഞ്ഞാൽ അവൾ കരയും. അവൾ ഇപ്പോഴാണ് ഒന്നും ഇങ്ങോട്ട് സെറ്റായി വന്നവരോടൊക്കെ. മറ്റേ 2 പേരും നല്ലോണം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് റോയിക്ക് കേട്ടോ. ക്ലാപ്പ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്, അവളുടെ റെഡിയായ ക്ലാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു റെഡിയായാലും ഇവൾക്ക് പറ്റുന്നില്ല. മുമ്പൊക്കെ അവൾക്ക് ഇങ്ങോട്ടൊക്കെ വരാനൊക്കെ ഭയങ്കര മടി ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവരെ കൂടെ ഇങ്ങനെ അതിന് ശേഷം ഇപ്പോൾ ഇവിടെ തന്നെയാണ്, എല്ലായിടത്തും പോയി നിൽക്കും. ഇവിടെയൊക്കെ ഒറ്റയ്ക്ക് വേണമെങ്കിൽ നിൽക്കാനുള്ളൊരു ഇതുണ്ട് അവൾക്ക്. ഇപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ട് ആൾ. നല്ല രസം. ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. മക്കളെ സംസാരം കൊടുക്കണം എന്നുണ്ട്, പക്ഷെ നമ്മളെല്ലാവരും സംസാരം അതിൽ കേൾക്കുന്നുണ്ട്. ചിരി വരും ചില സമയത്ത് റോഹിൻ്റെ ഫേസ് കാണുമ്പോൾ. അവൾക്ക് ബാക്കിയുള്ളവർ ജയിക്കുന്ന കാണുന്ന ആ ഒരു ഇതില്ല, മനസ്സില്ല, അവൾക്ക് കിട്ടുന്നില്ല. ഉപ്പയാണ് അതിനെടുക്കുക. ഒന്ന് സെറ്റായിരുന്നു, പക്ഷെ ഞാനത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവൾ ആക്കിയത് റെഡിയായിരുന്നു. അപ്പോൾ അതിൽ ഉപ്പാനോട് അതിൻ്റെ സന്തോഷം പങ്കുവെച്ചതാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അതായത് നോമ്പിൻ്റെ ഫസ്റ്റ് വ്ളോഗിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, നോമ്പാകുമ്പോൾ ഇബാദത്തിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്, ഫുഡിനല്ല. അത് എപ്പോഴും പറയുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാത്തതുകൊണ്ട് എല്ലാവരും വിചാരിക്കുന്നത് നമ്മളത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നാണ്. അങ്ങനെയല്ല കേട്ടോ, ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിലൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെ എടുത്തതാണ് കേട്ടോ. കാരണം ഞങ്ങൾ ഫുഡ് വ്ളോഗേഴ്സാണ്. വ്ളോഗിങ് അല്ലെങ്കിൽ റീൽസ് വീഡിയോസൊക്കെ കണ്ടിട്ട് അതുപോലെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫുഡിന് റെസിപ്പി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം
ജസ്റ്റ് എപ്പോഴെങ്കിലും ചെയ്യുക. എപ്പോഴും ഫുഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് നോമ്പ് എന്ന് പറയുമ്പോൾ ഇബാദത്ത് തന്നെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഫുഡ് പിന്നെ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും എന്തെങ്കിലും ഉണ്ടാക്കണം. അത് വെച്ചിട്ട് ടേബിൾ നിറയെ സാധനങ്ങൾ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. മീൻസ് അങ്ങനെ വിചാരിക്കരുത്. ചില വീടുകളിൽ നമുക്ക് സ്നാക്സും വെള്ളവും കുറേ കണ്ടാലേ നോമ്പാവുള്ളൂ എന്നൊക്കെ ഒരു തോട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ മിതമായിട്ടേ പാടുള്ളൂ, എല്ലാം മിതമായിട്ട്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇനി ചിലപ്പം ഫുഡിൻ്റെ തന്നെ ഇടാൻ ചാൻസ് ഇല്ല. കാരണം എന്തെങ്കിലുമൊക്കെ കഴിക്കുക, അത്രയേ ഉള്ളൂ. വിശപ്പ് അകറ്റാൻ, വിശപ്പ് പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കഴിക്കുക. അങ്ങനെ പിന്നെ അന്ന് അവിടെ നിൽക്കേണ്ടി വന്നു. പിന്നെ ഇക്കും റീനും മാത്രമായിരുന്നു ഫ്ലാറ്റിലുണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് ഡേ വീണ്ടും ഞാൻ വിളിച്ചു അവളെ, റോഹിനിയും റോസുനെയൊക്കെ. രണ്ടുപേരും കളിയിൽ പെട്ടിട്ട് വരുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ ഇക്കാനോട് പറഞ്ഞു ഞാൻ എന്തായാലും വരാമെന്ന്. കാരണം ഞങ്ങൾക്ക് വീട് പണീൻ്റെ അവിടേക്ക് പോകാണ്ട് കുറേ പണികളുണ്ട്, പെട്ടെന്ന് വന്നതല്ലേ. അപ്പോൾ ഇക്ക വരുന്നവരെ ഇവരും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇക്കാനാണ് കണ്ട പാടന്നെ പിന്നെ ഭയങ്കര ടെൻഷനായി റോഹിക്ക്, പോണ്ടി വരും എന്ന് വിചാരിച്ചിട്ടേ. എല്ലാവരും കൂടിയാൽ നല്ല രസമാണ് കേട്ടോ. അത്താഴത്തിൻ്റെ വ്ളോഗൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഒരു ബഹളമായിരുന്നു. കുട്ടികളെല്ലാവരും നോമ്പ് നോക്കുന്നുണ്ട്, അപ്പോൾ നല്ല രസമായിരുന്നു. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അപ്പോൾ റൂവിനെ നോക്കുമോ? റൂ ഇവിടെ നിൽക്കുക? ഓക്കെയാണ്? കരയോ? പുറത്തിറങ്ങിക്കോ? പുറത്ത് പോവോ? ഉറപ്പാ? സത്യം? പ്രോമിസ്? ഇന്ന് വീട്ടിലേക്ക് വരുന്നില്ലേ ഫ്ലാറ്റിക്ക്? ഇവിടെ നിൽക്കുക? ഇന്ന് ഇവിടെ നിൽക്കുക? ഓക്കെ. ഇതാരെ ഡ്രസ്സാ? ഫുൾ അബുൻ്റെ ആണല്ലേ? ഓക്കെ, ഒന്ന് പോയിക്കോ. ഇല്ല, അബുന് വേറെ ആൾ നോക്കേണ്ടി വരും. റൂയ അടുക്ക് പോ, അകത്ത് പോ. റൂയ അകത്ത് പോ, അടുക്ക്. അബു എന്ന് പറയുന്നത് അനിയത്തിൻ്റെ ചെറിയ മോനാട്ടോ. അത് റൂഹിനേക്കാളും ചെറുതാണ്. പിന്നെ നാത്തൂനും മക്കളും കൂടി ഞങ്ങളെ കൂടെ തിരൂർക്കുണ്ടായിരുന്നു. ഇക്കാക്ക അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഷോപ്പിന് മുമ്പിൽ ഡ്രോപ്പ് ചെയ്തു. എന്തൊക്കെ ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടെ നേരെ വീട്ടിലോട്ട് പോവാട്ടോ. അതായത് ഞങ്ങളുടെ വീട് പണീൻ്റെ അവിടേക്ക് പോവാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നോമ്പിന് ഇപ്രാവശ്യം നോമ്പ് ഭയങ്കര ചൂടും കൂടി ആയതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ തന്നെ നമുക്ക് തോന്നുന്നില്ല അല്ലേ. അതുപോലെ തന്നെ വല്ലാത്തൊരു ക്ഷീണം, ഭയങ്കര ക്ഷീണം. എന്നാലും നോമ്പിൻ്റെ ആ ഒരു ഇതുണ്ടാവും. അത്രയും ക്ഷീണത്തിൽ നമ്മൾ നോമ്പ് വെക്കുമ്പോഴേ, ഇക്കാക്കാണെങ്കിൽ ഫസ്റ്റത്തെ 2 നോമ്പ് നോറ്റിട്ട് കുറച്ചൊന്നും ടയർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു കീമോൻ്റെ ഇടയ്ക്ക് നോക്കരുതെന്ന്. അങ്ങനെ പറഞ്ഞ് നോറ്റിട്ട് ബാക്ക് പെയിനും ഒക്കെ എന്തൊക്കെയോ വയ്യായ്കളൊക്കെ വന്നു. അതാണ് മാസ്ക് ഇട്ടുള്ളത്. പിന്നെ ഇത് ഇക്കാൻ്റെ ഉമ്മ എനിക്ക് ആക്കി വെച്ചതാണ്, പച്ചമാങ്ങ ചെത്തി വെച്ചതാണ്. ഇത് വെച്ചിട്ട് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാണ്, നല്ല ടേസ്റ്റാണ്. മൂത്തച്ഛൻ്റെ റെസിപ്പിയാണ്. ഞാൻ എന്തായാലും അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഞങ്ങൾ വീട് പണീൻ്റെ അവിടേക്ക് പോയി. നല്ല ചൂടാട്ടോ. ഇതിൻ്റെ മേലെ വെക്കാനുള്ള എന്താണ് അതിനെന്താ പറയുക, ആ റെയില് ഇറിഗേഷൻ ഓട്ടോമേഷൻ്റെ സംഭവങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇറിഗേഷൻ ഓട്ടോമേഷൻ്റെ സാധനങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ തേച്ചു. മാഷാഅല്ലാ ഇപ്പം കുഴപ്പമില്ലാണ്ട് രീതിയിൽ പണികളൊക്കെ നടക്കുന്നുണ്ട്. ഇത് നമ്മൾ ബാത്റൂമിൽ നിഷസ് വെച്ചിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പണിയാണത്. അന്ന് ബാത്റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം ടൈൽസൊക്കെ പൊളിച്ചിട്ട് അത് ഒരു നാനോ വൈറ്റിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഫസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ നമ്മൾ മുറ്റപ്പണിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. മതിൽ ഇതിനെന്താ പറയുക എനിക്കൊരു പിടുത്തില്ല. മതിൽ നമ്മൾ ഫുൾ ഹൈറ്റിൽ വെക്കേണ്ടെന്ന് പറഞ്ഞു. ബാക്കി ഹൈറ്റിൽ
പുറത്തേക്ക് കാണുന്ന രീതിയിൽ, നമുക്കൊരു ശ്വാസം മുട്ടലാണ് ഫുൾ ഹൈറ്റിൽ വെക്കുമ്പോൾ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് കാണുന്ന രീതിയിൽ എന്തോ ഒരു സംഭവം, അതിനെന്താ പറയുകയെന്നറിയില്ല. പിന്നെ എന്താക്കുക ഞാൻ ചോദിച്ചിട്ട് പിന്നീട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് വീട് പണീൻ്റെ അപ്ഡേറ്റ്സ്. കുറേ വിശേഷങ്ങളുണ്ട്, അത് ഞാൻ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യാം. വീട് പണീൻ്റെ കുറച്ചുകൂടി അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഈ ഒരു സംഭവമാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ വെക്കുന്നത് കേട്ടോ. ഈ ഒരു മതിലിൻ്റെ മുകളിൽ, മതിലിൻ്റെ ഹൈറ്റ് കൂട്ടുമ്പോൾ നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റാത്തൊരു ഇതാകുമ്പോൾ എന്തോ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇടയിലൂടെ കാണാനുള്ള രീതിയിൽ പച്ചപ്പൊക്കെ കുറച്ച് കാണാൻ വേണ്ടിയിട്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് വീട്ടിലോട്ട് പോവാണ്. ഇനി കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, പിന്നെ ഫുഡ് ഉണ്ടാക്കാനുണ്ട്. ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ ദിവസമല്ലേ, അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണം ഇൻഷാ അല്ലാ. അപ്പം മാങ്ങയും കൂടി എടുത്തിട്ടുണ്ട്, ജ്യൂസ് ഉണ്ടാക്കണം. പച്ചമാങ്ങ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ചെത്തി വെച്ചിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ആവശ്യത്തിന് എടുക്കുവാണെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ഫ്ലാറ്റിലെത്തി. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.